ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അർബൻ ക്രൂയിസർ എന്ന വണ്ടിയുടെ ഇൻസൈഡിൽ വരുന്ന കുറച്ച് പ്ലാസ്റ്റിക് പീസുകളാണ്. AC വെൻറ്റ് അതുപോലുള്ള കുറച്ച് പീസുകൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ പിയാനോ ബ്ലാക്കിലേക്കാണ്, നല്ല ഗ്ലോസി പിയാനോ ബ്ലാക്കിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഇത് പുതിയ വണ്ടി തന്നെയാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ മുകളിൽ ഒരുപാട് ഡസ്റ്റ് കാര്യങ്ങളുണ്ടാവും. അതുപോലെ പുതിയ പീസാണെങ്കിലും അതിൽ ഡാഷ്ബോർഡ് പോളിഷ് അതുപോലെയുള്ള കുറച്ച് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം അതെല്ലാം റിമൂവ് ചെയ്യണം. നമ്മൾ ടിന്നർ ഇട്ടിട്ടാണ് ഈ തുടയ്ക്കുന്നത്. ടിന്നർ ഇട്ട് A to Z ഏരിയ ഒരു ഭാഗം പോലും നമ്മൾ വിടാതെ നല്ല രീതിയിൽ അത് തുടച്ച് വൃത്തിയാക്കണം. ടിന്നർ ഉപയോഗിച്ചിട്ടാണ് അത് തുടയ്ക്കുന്നത്. അത് തുടയ്ക്കുമ്പോൾ തന്നെ അതിന്മേലുള്ള കുറച്ച് പീസ് ഇപ്പം നല്ല വൃത്തിയുള്ള പീസാണ്. അത് നമ്മളിത് ടിന്നർ ഇട്ടുകൊണ്ട് തുടച്ച് വൃത്തിയാക്കണം. അതിലൊരു സാധനത്തിന് ഒരു കണ്ടൻറ്റും ഉണ്ടാകാൻ പാടില്ല. എല്ലാ വക്ക് എഡ്ജ് വരെ നമ്മൾ ടിന്നർ ഇട്ടുകൊണ്ട് തുടച്ച് അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ പേപ്പർ ഇട്ട് വാഷ് ചെയ്യും. ഇതായി തുടച്ചുള്ള കോട്ടൺ വേസ്റ്റിൽ പെയിൻറ് ഉണ്ടാവും, അതുപോലെ ഡാഷ്ബോർഡ് പോളിഷ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ പെയിൻറ്റിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുക. പെയിൻറ്റ് ഡാമേജ് വരാൻ ഇതിനൊക്കെ അത് ബാധിക്കും. അത് തുടച്ച് കഴിഞ്ഞ ശേഷം 1500 വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് നല്ല രീതി എല്ലാ മുക്കുമൂലി എല്ലാ ഗ്യാപ്പിലും നമ്മൾ നല്ല വാഷ് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ഗ്രിപ്പ് പെയിൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പെയിൻറ്റിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും അതിൽ ഇനി നമ്മൾ തുടച്ചിട്ട് പോകാത്ത കുറച്ച് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ പേപ്പറും എല്ലാ ഏരിയയും A to Z ഏരിയ അങ്ങനെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ചെയ്യുമ്പോൾ വന്നതായിട്ട് കാണാം. 1500 വാട്ടർ പേപ്പറാണ്. പീസ്മേൽ സ്ക്രാച്ച് ഒന്നും നമ്മൾ കാണാൻ കഴിയില്ല. പെയിൻറ്റിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മളത് ചെയ്യുന്നു. നല്ല രീതിയിൽ അത് നമ്മൾ മൊത്തത്തിൽ എല്ലാ പീസിന് വക്കാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്. വക്കിൽ നിന്നാണ് പെയിൻറ്റ് പൊളിഞ്ഞ് വരുന്നുണ്ടെങ്കിലും അത് വക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ഏരിയയും ഇങ്ങനത്തെ പീസ് ആയതുകൊണ്ട് കുറേ എഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല വൃത്തിയിൽ തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫുൾ നല്ല ഹെയർ അടിച്ച് നല്ല ഉണക്കിയെടുക്കണം. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ടൈം ഉണ്ടാകാൻ പാടില്ല. ഓരോ സ്റ്റെപ്പ് നമ്മൾ അതിനനുസരിച്ച് ചെയ്യണം. ഇനി നമ്മളിതാ പ്രൊമോട്ടർ എന്ന് പറയും. പ്രൊമോട്ടറാണ് അടിക്കാൻ പോകുന്നത്. പ്ലാസ്റ്റിക് പ്രൈമർ എന്ന് പറയും പ്രൊമോട്ടർ. അത് നമ്മൾ ഫസ്റ്റ് അടിക്കുന്നത് വക്ക് തന്നെയാണ്. നമ്മളിതിൽ മെയിനായിട്ട് കെയർ ചെയ്യേണ്ടത് വക്കാണ്. നമ്മൾ പെയിൻറ്റ് ഫസ്റ്റിൽ പോരുന്നത് വക്കിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വക്കിലാണ് ആദ്യം നമ്മൾ അടിക്കുന്നത്. മറിച്ചിട്ടതിന് ശേഷം വക്കിൽ നന്നായിട്ട് പ്ലാസ്റ്റിക് പ്രൈമറാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പ്രൈമർ ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ അതിന് പെയിൻറ്റിങ് ചെയ്യും. വക്കിലാണ് നമ്മൾ ആദ്യം പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ച് പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളെ പെയിൻറ്റ് പ്ലാസ്റ്റിക് പ്രൈമർ ഉണങ്ങി വരുന്ന സമയത്ത് തന്നെ പെയിൻറ്റ് അതിൽ കയറി പോകണം. മറിച്ചിട്ടിട്ട് എല്ലാ പീസിൻ്റെയും വക്കിലാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. വക്കിൽ നല്ല വൃത്തി തന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് വെക്കണം. പ്ലാസ്റ്റിക് പ്രൈമർ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം. അതാണ് അതിൻ്റെ മെയിൻ. പ്ലാസ്റ്റിക് പ്രൈമർ ഉണങ്ങിയതിന് ശേഷം പിന്നെ അത് പ്ലാസ്റ്റിക് പ്രൈമറിൻ്റെ ക്വാളിറ്റി നമ്മൾ അടിച്ചതിൻ്റെ കാര്യമില്ലാതെ ഇപ്പോൾ ഫസ്റ്റിൽ നമ്മളത് ബാക്കിൽ മൊത്തത്തിൽ എല്ലാ പീസിൻ്റെതും അടിച്ചു കഴിഞ്ഞു. പിന്നെ അത് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്രൈമർ മൊത്തത്തിൽ നമ്മൾ എല്ലാ ഏരിയയും എത്തി നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു പീസിൻ്റെ വക്കാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യല്. അടുത്തത് പ്ലാസ്റ്റിക് പ്രൈമർ തന്നെയാണ് എല്ലാത്തിനും ടോപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഗണ്ണിൽ പ്ലാസ്റ്റിക് പ്രൈമറും മറ്റ് ഗണ്ണിൽ പെയിൻറ്റും ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ പണി സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് പെയിൻറ്റ് മാറ്റാനുള്ള സമയം കിട്ടില്ല. പ്ലാസ്റ്റിക് പ്രൈമർ അത് കുറച്ചൊരു ഗമ്മ് രൂപത്തിൽ പ്രവർത്തിക്കുന്ന സാധനം. പ്ലാസ്റ്റിക്കും പെയിൻറ്റിനും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പീസിനും പെയിൻറ്റിനും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അടിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റിക് പ്രൈമർ പ്രൊമോട്ടർ എന്നൊക്കെ പറയും. അതാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വക്കും നമ്മൾ 2 ഏരിയയിൽ നിന്നാൽ 1 സൈഡ് ഹൈഡായിരിക്കും. അപ്പോൾ 2 ഏരിയയിൽ നിന്നിട്ടും എല്ലാം നല്ല രീതിയിൽ എല്ലാ ഗ്യാപ്പും ഇങ്ങനത്തെ പീസായതുകൊണ്ട് ഒരുപാട് ഹൈഡായി കിടക്കാനുള്ള ചാൻസുകളുണ്ട്. ആകാതെ മറിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ 2 ഏരിയയിൽ നിന്നിട്ട് നമ്മൾ വൃത്തിയിൽ നമുക്ക് ഉറപ്പ് വരുത്തണം. എല്ലാ ഏരിയയിൽ എത്തിയെന്ന് നമുക്ക് ഉറപ്പാവുന്നത് വരെ നമ്മളത് മൊത്തത്തിൽ അടിക്കണം. പിന്നെ നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ പെയിൻറ്റ് ചെയ്താണ്. ബേസാണ് ബേസ് ബ്ലാക്ക് നമ്മൾ പിയാനോ ബ്ലാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള
ബേസ് ബ്ലാക്കാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ അതിപ്പോൾ പ്രൊമോട്ടർ അടിച്ചതുപോലെ തന്നെ പെയിൻറ്റ് എല്ലാ ഏരിയയിലും എത്തിക്കുക. അതാണിപ്പോൾ പെയിൻറ്റിങ് ആണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പീസും നമ്മൾ കെയർ ചെയ്തിട്ട് തന്നെ അടിക്കും. ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് 2 കോട്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കോട്ടിലൊന്ന് നൈസാക്കിയിട്ട് അടിക്കുന്നുള്ളൂ, അത് പ്രൊമോട്ടർ ഉണങ്ങി വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാ പീസും ഒരുപോലെ അടിക്കേണ്ടതാണ്. ഫസ്റ്റ് കോട്ട് നല്ല എല്ലായിടത്തും പെട്ടെന്ന് അടിക്കും. അപ്പോൾ ഒരു പീസ് മാത്രം കെയർ ചെയ്യുകയാണെങ്കിൽ മറ്റ് പീസുകൾ പ്രൊമോട്ടർ ഉണങ്ങി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നൈസാക്കിയിട്ട് എല്ലാ പീസിനും പെട്ടെന്ന് തന്നെ പെയിൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. സെക്കൻഡ് കോട്ട് ഓരോ പീസും നല്ല വൃത്തിക്ക് തന്നെ ചെയ്യും. എല്ലാ പീസും പോലും കറക്റ്റ് ആ പെയിൻറ്റ് എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. എന്നാലേ നമ്മൾ ക്ലിയർ ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് റിസൾട്ട് നല്ല ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. നമ്മൾ ക്ലിയർ നമ്മൾ അടിക്കാൻ പോകുന്നു. ഇത് ആൻറ്റി സ്ക്രാച്ചാണ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാം. 1.3 ആണ് നമ്മൾ എടുക്കുന്ന ഗണ്ണ് ക്ലിയർ കോട്ടിന് വേണ്ടിയിട്ട്. ക്ലിയർ നമ്മൾ 3 കോട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ അടിക്കുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നൈസാക്കിയിട്ട് അധികം ഇതാക്കാതെ കുറച്ച് റഫായിട്ടാണ് ഫസ്റ്റ് കോട്ട് നമ്മൾ അടിക്കുന്നത്. അത് കുറച്ച് ലാസ്റ്റ് പീസ് അടിച്ച് വരുമ്പോഴത്തേനും ഒരു 2-3 മിനിറ്റ് പിടിക്കും. അപ്പോൾ ആദ്യം അടിച്ചത് പിന്നെ രണ്ടാമത്തെ കോട്ട് അടിക്കാനാവും, ആ ഒരു ടൈം സെറ്റാവും. അതുപോലെ എല്ലാ പീസും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അടിക്കുന്നത്. സിംഗിൾ കോട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. സിംഗിളായിട്ട് ഒരു ഫസ്റ്റ് കോട്ടാണ് ഈ അടിക്കുന്നത്. ഇത് ടോട്ടൽ 3 കോട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ പീസ് നമ്മൾ കയ്യിലെടുത്തിട്ട് തന്നെയാണ് അടിക്കുന്നത്. കാരണം വക്ക് നമ്മൾ ഇനി ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്ത പോലെ മറിച്ചിട്ട് അങ്ങനെയൊന്നും പറ്റില്ല. ക്ലിയർ കോട്ട് 1 ടൈം ചെരിയാതെ ഒരേ ഫ്ലാറ്റായ ഏരിയ തന്നെ വെച്ചിട്ട് നമ്മൾ അടിക്കണം. ക്ലിയർ ഒലിക്കാനും മറ്റും കാര്യങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്തതും പ്രൊമോട്ടർ അടിച്ച പോലെ മറിച്ചിട്ടോ അങ്ങനെയൊന്നും ക്ലിയർ അടിക്കാൻ പറ്റില്ല. ക്ലിയർ 1 സൈഡ് കയ്യിൽ പിടിച്ച് ആദ്യം വക്ക് പെയിൻറ്റ് ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ആദ്യം വക്ക് അടിച്ചതിന് ശേഷം ടോപ്പിൽ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് മൊത്തത്തിൽ അടിക്കും. അതുപോലെ മൊത്തം പീസും നമ്മൾ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട്. ഇപ്പോൾ 3 കോട്ട് ക്ലിയർ കഴിഞ്ഞ ശേഷമുള്ളൊരു വീഡിയോ ആണ്. നല്ല രീതിയിൽ തന്നെ ഇത് ആൻറ്റി സ്ക്രാച്ചാണ്. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇൻസൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും കൈ തട്ടുന്ന ഏരിയകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം ഫസ്റ്റ് കോട്ട് നല്ല അത്യാവശ്യം ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട്, അതിന് ശേഷം തേർഡ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു 24 hours കൃത്യമായിട്ട് ഉണങ്ങാൻ വെച്ചതിന് ശേഷമേ കസ്റ്റമർക്ക് നമ്മളത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഗ്യാരൻറ്റി സഹിതമാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടീൻ്റെ ഇൻസൈഡ് കാണാൻ കുറച്ചൊരു പ്രീമിയം ലുക്കും നമുക്ക് വരും. മൊത്തം പെയിൻറ്റിങ് കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട് ഇതുപോലെ ഉണ്ടാവും. ഇത് നമുക്ക് കുറേ കാലം അതേമാതിരി ലൈഫും കിട്ടും. അങ്ങനെ ചെയ്യും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.